രാഗിൻ, ഓരോ ഇടങ്ങളിലെയും കാര്യങ്ങൾ, ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പരിശോധിച്ച് പോവുകയാണ്. അപ്പോൾ ഈ 21 കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് അറിയേണ്ടതും പ്രധാനമാണ്. അത് ഇഡിയുടെ വാർത്താക്കുറിപ്പിൽ മാത്രമേ അറിയുകയുള്ളൂ. എന്നാലും നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെ പ്രതികൾ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇടങ്ങൾ ദേവസ്വം ബോർഡ് ആസ്ഥാനം ഒഴിച്ചു നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രതികളുമായി ചേർന്ന് നിൽക്കുന്ന ഇടങ്ങളിൽ മാത്രമാണ് ഒരുപക്ഷെ പരിശോധന നടക്കാനുള്ളത്. അതല്ല, SIT അവരുടെ അന്വേഷണം, അതിന്റെ മുന്നിൽ ആരൊക്കെ വന്നിട്ടുണ്ട്, ഏതെല്ലാം തലങ്ങളിൽ SITക്ക് സംശയമുണ്ട്, കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്, അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുമുള്ള പരിശോധനകൾ പലരുടെയും ഇടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്? നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് 21ഓളം കേന്ദ്രങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. ഏതാണ്ട് സംസ്ഥാന വ്യാപകമായി തന്നെ മിക്ക ജില്ലകൾ, പ്രധാനപ്പെട്ടും ഈ കേസിൽ ഉൾപ്പെട്ട പ്രതികൾ വരുന്ന ജില്ലകൾ, ആ സ്ഥലങ്ങളിലടക്കം, അതോടൊപ്പം തമിഴ്നാട്, ഒപ്പം കർണാടക ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 100-ലധികം ഉദ്യോഗസ്ഥർ ഈ റെയ്ഡിൽ പങ്കാളികളാകുന്നു. ഇഡിയുടെ കൊച്ചി യൂണിറ്റിന് പുറമെ മറ്റു വിവിധ യൂണിറ്റുകൾ കൂടി പങ്കാളികളാകുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. കൊച്ചിയിൽ 2 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. അത് പുതിയ അപ്ഡേഷനാണ്. 2 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടക്കുന്നു. ഒന്ന് ജയശ്രീയുടെ ഫ്ളാറ്റിലും അതോടൊപ്പം തന്നെ രാജേന്ദ്ര പ്രസാദ്, മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനാണ്, ശബരിമല AO ആയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ രാജേന്ദ്ര പ്രസാദിന്റെ അങ്കമാലിയിലെ വീട്ടിലും റെയ്ഡ് നടക്കുന്നു എന്നതാണ് ഇഡി വ്യക്തമാക്കുന്നത്. ഒന്ന്, ഈ ദ്വാരപാലക കേസിൽ പ്രതിയാണ് ജയശ്രീ. മാത്രമല്ല, ജയശ്രീയുടെ അറസ്റ്റിനേറ്റ് സുപ്രീം കോടതി തടയുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയശ്രീ സ്വർണ്ണപ്പാളികൾ കൈമാറി എന്നാണ് SITയുടെ കണ്ടെത്തൽ. ബോർഡ് തീരുമാനം ഉത്തരവായി പുറപ്പെടുവിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്നുമായിരുന്നു ജയശ്രീയുടെ വിശദീകരണം. അന്ന് കോടതിയിൽ ഈ ബെയിൽ ആപ്ലിക്കേഷൻ, ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ച ഘട്ടത്തിൽ അവരതാണ് പറഞ്ഞത്. അതായത് 2017 ജൂലൈ മുതൽ 2019 ഡിസംബർ വരെ ജയശ്രീ ആയിരുന്നു ദേവസ്വം ബോർഡ് സെക്രട്ടറി. ആ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്രമക്കേടുകളും അതോടൊപ്പം തന്നെ സ്വർണ്ണ കൊള്ളയും നടന്നത് എന്നതാണ് SIT അടക്കം വ്യക്തമാക്കുന്നത്. അതിനുശേഷം അവർ വിരമിക്കുന്നത് വരെ തിരുവാഭരണം കമ്മീഷണറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ജയശ്രീയുടെ അറസ്റ്റ് അടക്കം നേരത്തെ ഉണ്ടാകാത്ത ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ച് SIT അടക്കം രൂക്ഷമായി വിമർശിക്കുന്ന സ്ഥിതിവിശേഷം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തതാണ്. എന്തായാലും ജയശ്രീയുടെ ഫ്ളാറ്റിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇതോടൊപ്പം അങ്കമാലിയിലെ രാജേന്ദ്ര പ്രസാദിന്റെ വീട്ടിലും റെയ്ഡ് ഉണ്ട് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന വിവരം. എന്തായാലും വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ റെയ്ഡിന് ശേഷം വിശദമായിട്ടൊരു വാർത്താക്കുറിപ്പ് ഇഡി പുറത്തിറക്കും. എത്ര ലൊക്കേഷനിലായിരുന്നു റെയ്ഡ്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രാഥമികമായി കണ്ടെത്തിയത്, അതിന്റെ തുടരന്വേഷണം. പ്രതികളുടെ ഉൾപ്പെടെ വീടെന്ന് പറയുമ്പോൾ തന്ത്രിയുടെ വീട്ടിൽ ഉൾപ്പെടെ പരിശോധന ഉണ്ടോ? അതിനെക്കുറിച്ച് വിവരങ്ങളുണ്ടോ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് പ്രതികളുടെ അടക്കം വീടുകളിലുണ്ടെന്നാണ്. സ്പെസിഫിക്കായി തന്ത്രിയുടെ വീട് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇനിയും കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി തിരികെ